सुरवराः समहर्षयस्ते सन्तः सनन्दनमुखास्तव योगिवर्याः धामान्तिके तव हि मङ्गलवस्तु हस्ताः श्रीवेङ्कटाचलपते तव सुप्रभातम् लक्ष्मीनिवास निरवध्य गुणैकसिन्धु. നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? ഇനി തൊഴാനൊരു അമ്പലങ്ങളോ ചെയ്യാനൊരു വഴിപാടോ ബാക്കിയില്ല. കാണാത്ത ഡോക്ടർമാരും ഇല്ല, കഴിക്കാൻ ഇനി ഒരു മരുന്നുമില്ല. നമുക്ക് മാത്രം എന്താ ഒരു കുഞ്ഞ്. നീ ഇങ്ങനെ കരയല്ലേ, സമാധാനായിട്ടിരിക്കും. ഈ വർഷം തന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നു. നീ നാട്ടുകാർ പറയുന്നത് ശ്രദ്ധിക്കണ്ട. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല, എനിക്കൊരു കുഞ്ഞ് വേണം. നിനക്ക് എന്നോട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ നീ നിന്റെ വീട്ടുകാരൻ കൊച്ചിനെ ഉപേക്ഷിച്ച് എന്നോട് വാ. നീ എന്തായി പറയുന്നേ? അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റൂല? നിനക്ക് വേണ്ടി നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഭാര്യയും കുട്ടി എന്നേക്കാ ഉപേക്ഷിച്ചില്ലേ? നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? പറ്റത്തില്ല. സ്വത്തുക്കൾ മുഴുവൻ ആ കിഴവന്റെ കിഴവിടെ പേരില്ല. എങ്ങനെയെങ്കിലും ഞാൻ അതൊന്ന് ഏത് മേടിച്ചോട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിനെ രണ്ടെണ്ണത്തിനെ തീർക്കാന്ന് വെച്ചാ മൂത്ത മോൻ സ്വത്തിന്റെ പാതി ചോദിച്ചോണ്ട് വരും. നല്ലൊരു കൊച്ചല്ലേ, നമുക്ക് തരുമെന്ന് ചോദിക്കാം. അവർക്ക് ചിലപ്പോ 2 കൊച്ചുങ്ങളുണ്ടെങ്കിലോ അതൊക്കെ എന്താ നമുക്ക് എടുത്തോണ്ട് ഓടിയാലോ. അമ്മയല്ല കൊമ്മയില്ല, മാറിപ്പോർക്കാം. ആണ്ടാ ഈ ചെറുക്ക ശരിയാവുന്ന എനിക്ക് തോന്നല്ലേ. എടാ നീ ഒന്ന് ക്ഷമിക്കേ. ഇത്ര നാൾ നമ്മൾ കാത്തിരുന്നില്ലേ? പോരാത്തതിന് സ്വത്തുക്കളൊക്കെ ഇപ്പൊ എന്റെ പേരില്ല. ഈ നാളെ മുതല് ആ കിളവിന് കിളവിക്കും ഫുഡിലൂടെ വല്ല സോപ്പോസും കൊട്ടും തുടങ്ങാം. ഏറിയ 1 മാസം. അല്ലെങ്കിലേ നമുക്ക് മോനെ അവരെ ഏൽപ്പിച്ചിട്ട് പോയാലോ? അത് വേണ്ട, എന്തായാലും ആ കിളവനും കിളവിയും ചാവും. പിന്നെ ഈ ചെറുക്കൻ നമ്മുടെ തലയിലിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്ന പോയിസൺ ഇല്ലേ അത് നാളെ തൊട്ട് കൊടുത്തു തുടങ്ങും. പിന്നെ ഈ ചെറുക്കന്റെ കാര്യം നാളെ നീ വീട്ടിലോട്ട് കൊണ്ടുപോവാ. ബാക്കി കാര്യം ഞാൻ നോക്കും. കഴിഞ്ഞ തവണ കൈ അടിച്ചൊടിച്ചതുപോലെ ആവരുത്. ഒരു പരുവത്തിനെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചത്.